സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവരും സ്നേഹിക്കാനുണ്ടായിട്ടും ആ സ്നേഹം ഏറ്റുവാങ്ങാൻ സാഹചര്യവും ഭാഗ്യവും കിട്ടാത്ത നായികയുടെ ഒരു മാനസികാവസ്ഥയും ജീവിത സാഹചര്യവും ചിത്രീകരിക്കാൻ നല്ല സിറ്റുവേഷനായിരുന്നു. ഏറ്റവും അരവിന്ദ് അങ്ങേർക്ക് ഒരു വലിയ വലിപ്പമുണ്ട്. എഴുത്തുകാരനെ കൊണ്ടൊന്ന് പാടി അങ്ങനെ പറയുന്നു. സംഗീതത്തിൻ്റെ റൂട്ട് അതിലുള്ളത്. ഈ നമ്മൾ വെറുതെ മൂളുന്ന അതിൽ നിന്ന് അതൊരു രാഗമുണ്ടായിരിക്കും എന്നാണ്. ആ രാഗം ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു പാട്ടാണ്. ഇതും നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്ന് എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് താല്പര്യമുള്ള പാട്ടല്ലേ. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഒരു സത്യമില്ല. സൂപ്പർ ഹിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയൊക്കെ ആക്കി തരികയാണ്. അതിന് മുൻവിധികളൊന്നുമില്ല. സൂപ്പർ ഹിറ്റ് അഭിനയമായാലും പാട്ടായാലും കലയുടെ ഏത് അംശമായാലും ജനഹൃദയങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വിവച്ഛേദിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രകൃതി സത്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മനസ്സിലായി. എനിക്ക് റെക്കോർഡ് ചെയ്തപ്പോൾ ഏറ്റവും വെറുപ്പുള്ള പാട്ടുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ശ്രീരഞ്ജിനി സ്വരരാഗിനി നീ എൻ്റെ ഭാവനാശില്പം അഴകിൻ തുമ്പികൾ പാടിയൊരുക്കിയ അനുരാഗരാഗ തരംഗം. ഇതായിരുന്നു. അപ്പം മനോഹരമായ കവിതയാണ്. നമ്മുടെ പിക്ചറായിരുന്നു. കാവ്യ സൗന്ദര്യമാണ്. ഇത് ആരും എടുത്തില്ല. പാട്ട് ആർക്കും വേണ്ടായിരുന്നു. കേട്ടു കളഞ്ഞു പല 14,000 പാട്ടിലേക്ക്. ഇത് കോഴിക്കോട്ടെയാണ് വർക്ക് ചെയ്യുന്നത്. റിലീസായതിൻ്റെ പിറ്റേന്ന് കല്ലായിപ്പുഴയുടെ മുകളിൽ നിന്നൊരു പയ്യൻ ഈ പാട്ട് പാടുന്നു. 2 പേര്. എനിക്ക് പിന്നെ അതിനകത്ത് പ്രകൃതി നീ ഒരു പ്രേമത്തിനും പനിനീർ പുഴയൊഴുകുമ്പോൾ പാലപ്പൂ വിടരുമ്പോൾ പ്രാണനിലേതോ സങ്കല്പത്തിൽ നല്ല പാട്ടായിരുന്നു. പിന്നെ കുളിരിളം കാറ്റത്ത് തളരിലത്താളമിടും കളിമരക്കുമ്പത്തെ കിളിമകളെ എന്നൊരു പാട്ട്. പൗരുഷത്തിലെ ആ പാട്ട് ഞാൻ മൂളിയ ട്യൂണാണ് മമ്മൂക്ക ഡയറക്റ്റ് ചെയ്തത്. ഞാൻ വെറുതെ മൂളി അത് തന്നെ ഡെവലപ്പ് ചെയ്തു. മ്യൂസിക് ഡയറക്ടർ അടുപ്പമുണ്ട്. SD ശേഖർ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. പറന്നു പറന്നു പോയി രാഗക്കിളിയെ സിലോണിലാണ് വൈഫ് ജീവിച്ചിരുന്നത്. കോയമ്പത്തൂരുകാരാണ്. അങ്ങനെ വൈഫ് ആരുടെ ഓടിച്ചോടി പോയി. അങ്ങനെ സിലോണിൽ ഗാനമേളത്തിൽ മനുഷ്യൻ തിരികെ മണ്ണിൽ നല്ല മ്യൂസിക്. അങ്ങനെ ഞങ്ങൾ അമ്പലക്കിളി എന്നൊരു റിലീസാകാത്ത പടത്തിന് പാട്ട് നല്ല പാട്ട്.